സ്തോത്രം. വീണ്ടും വരുന്നവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയ വേളയിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഈ വൈകിയ വേളയിലായിരിക്കുവാനും സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ ശ്രേഷ്ഠകരമായ നല്ല അനുഭവത്തെ ഓർത്ത്, നല്ല സാവകാശത്തെ ഓർത്ത് ഈ നല്ല വൈകിയ വേളയിലും നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറച്ചിരിക്കുന്ന നല്ലൊരു വൈകിയ വേള, നല്ലൊരു സന്ധ്യാനുഭവം ഞങ്ങൾക്കൊരുക്കിയ കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സകലമാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനമൊക്കെയും ഈ വൈകിയ വേളയിലും അങ്ങേക്ക് അപ്പാ അങ്ങയുടെ നാമം ഉയരുമ്പോൾ അപ്പാ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് ഇതിനകത്തായിരിക്കുന്നവരുടെ ജീവിതങ്ങൾ, ദേശത്തിൽ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ മാറുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ. അങ്ങയുടെ നാമത്തിൽ മാത്രം ഈ രാത്രിയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ മാത്രം അടയാളങ്ങളുടെ ആരംഭമായി ചിലത് സംഭവിച്ചു തുടങ്ങട്ടെ. അങ്ങയുടെ നാമത്തിൽ മാത്രം തകർന്നു പോയത്, തളർന്നു പോയത് എഴുന്നേൽക്കട്ടെ. അങ്ങയുടെ നാമം ഉയരുന്ന നല്ല വൈകിയവേളയായി ഈ വൈകിയവേള മാറട്ടെ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കടന്നു വന്നായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വൈകുന്ന വേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ദൈവസാന്നിധ്യം അളവ് കൂടാതെ നാം അനുഭവിക്കുന്ന നല്ലൊരു വൈകിയ വേള, അനേകർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ധ്യ അനുഭവം, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പരാതി പറച്ചിലുകളില്ലാത്ത, പിറുപിറുപ്പുകളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ കഴിയുന്ന ഒരു സന്ധ്യാവേള നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അർത്ഥം നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായി ഈ വൈകിയ വേളയെ കർത്താവ് ഏറ്റവും ധന്യമാക്കി തീർക്കും. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിലൊന്നായി ഇന്ന് ഈ വൈകിയ വേളയിൽ ഞാൻ കർത്താവിനൊപ്പമായിരിക്കുന്ന ഈ സമയം മാറുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന സഹോദര, വിശ്വസിക്കുന്ന സഹോദരി, ഈ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിൻ്റെ ജീവിതത്തിൽ ഓർത്തെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമായി. പല സമയങ്ങളെയും നീ ഓർത്തെടുക്കുന്നുണ്ട്, നിരാശയോടെ, വേദനയോടെ. അങ്ങനെ ഒരു നശിച്ച സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ, അങ്ങനെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുവല്ലോ, ഞാൻ ആ സമയത്തിലൂടെ കടന്നു പോകേണ്ടി വന്നുവല്ലോ എന്ന് നശിച്ച സമയമെന്ന് പറഞ്ഞ് വേദനയോടെ നീ ഓർത്തെടുക്കുന്ന സമയങ്ങളെ മാറ്റിവെച്ച് സന്തോഷത്തോടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഞായറാഴ്ച വൈകുന്നേരം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം, ഇങ്ങനെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞാൻ ചെയ്ത ഭാഗ്യമെന്തെന്ന് നീ ചോദിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ വൈകിയ വേളയിലും എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠകരമായതൊന്ന് പ്രവർത്തിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കണ്ണ് അതേ ആ അത്ഭുതത്തെ ഇന്ന് ഈ വൈകിയ വേളയിൽ കാണുവാൻ പോകുക. നീ കാണത്തില്ല എന്ന്, നിന്നെ കാണിക്കത്തില്ല എന്ന് മനുഷ്യന് പിശാചും ഒരുപോലെ വെല്ലുവിളിക്കുന്ന യേശുവിൻ നാമത്തിൽ നിന്നെ കാണിക്കത്തില്ല എന്ന്, നിന്നെ നിർത്തത്തില്ല എന്ന് പറയുന്ന ചില സന്തോഷത്തിന്റെ അനുഭവങ്ങളെ ഈ വൈകിയ വേള ആമേൻ നീ വന്നതല്ല സഹോദരി, നീ വന്നതല്ല, എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുവന്നതാ. നീ കാണത്തില്ല എന്ന് പറഞ്ഞ, നിന്റെ കണ്ണുകൊണ്ട് നീ കാണത്തില്ല എന്ന് പറഞ്ഞ, നീ അനുഭവിക്കത്തില്ല എന്ന് ആ മാറ്റി നിർത്തപ്പെടലിന്റെ അനുഭവത്തിൽ ചില സ്ഥാനങ്ങളിൽ മാറ്റി നിർത്തി നിന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണിക്കാതെ, നീ അനുഭവിക്കുവാൻ കഴിയാതെ സന്തോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾക്ക് അറുതി വരുത്തുവാൻ ഈ ഞായറാഴ്ച വൈകുന്നേരം, ഈ 30-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയതാ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അമേൻ. വന്നതല്ല. അമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, കർത്താവ് ഇന്ന് തൻ്റെ സന്നിധിയിൽ കൂട്ടി വരുത്തിയതാ. അമേൻ. കർത്താവ് കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട്. അമേൻ. മാനുഷികമായി അമേൻ ചെയ്യുവാൻ കഴിയാത്ത ചിലത്, ഒത്തിരി നാളായി ചെയ്യുവാൻ അമേൻ സ്തോത്രം പലതും ചെയ്യുന്നുണ്ട്. അമേൻ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചില വർഷങ്ങളായി അമേൻ ഇന്നത്തെ അവസ്ഥയൊന്ന് മാറുവാൻ അമേൻ ചിലത് കണ്ണുകൊണ്ട് കാണുവാനും ചിലത് അനുഭവിക്കുവാനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ആമേൻ. ആ ചെയ്തതൊക്കെ വെള്ളപ്പുറത്ത് വരച്ച വര പോലെ മാറിപ്പോകുമ്പോൾ ഇന്ന് സോളിഡായി ചിലത് നിന്റെ ജീവിതത്തിൽ കുറിച്ചിടുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഈ രാത്രിയെ ഏറ്റവും ധന്യമാക്കി മാറ്റുവാൻ, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് നിന്റെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങയുടെ നാമം ഉയരുന്ന നല്ല സമയമായി ഈ സമയം മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, പ്രതീക്ഷയോടെ
പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 23-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ആരാം രാജാവിനോട് അവൻ്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. നിങ്ങൾ പ്രതീക്ഷിച്ച് കടന്നു വന്ന വിടുതലിലേക്ക് നിങ്ങളുടെ അകക്കണ്ണ് തുറക്കട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ആ വിശ്വാസ കണ്ണുകൊണ്ട് ആ വിടുതൽ കാണും. അത് തന്നെ ശത്രു നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന ആ സന്തോഷത്തെ കാണും. നിൻ്റെ മകൾ അവിടെ ആ സന്തോഷത്തോടെ നിൽക്കുന്നത് സഹോദരി കാണും. സഹോദരി, നീ ആ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് കാണും. സഹോദരി, നിൻ്റെ മക്കൾ ആ നിലകളിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണും. നിൻ്റെ കുടുംബത്തെ ഇന്നത്തെ അവസ്ഥ മാറുന്നത് കാണും. അവരുടെ മുമ്പിൽ നീ തല നിവർത്തി അഭിമാനത്തോടെ നിൽക്കുന്നത് കാണും. അമേൻ. യേശുവിൻ നാമത്തിൽ അപ്പാ ഇവരങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ വിശ്വാസത്താൽ ഇപ്പോൾ കാണുന്നത് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് നിവർത്തിച്ച് നൽകുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അതിന് തടസ്സമായി നിൽക്കുന്ന സകല മാനുഷിക പൈശാചിക വ്യാപാരങ്ങളെയും നസ്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ ബാധിപ്പുകളും വിട്ടുപോ. ഓ താങ്ക് യു ലോർഡ്. വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിലും ചലിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം ആമേൻ ചിലരിലേക്ക് മടങ്ങി വരട്ടെ. പ്രത്യാശയുള്ളവരായി അടിയനെ കേൾക്കുന്നവർ മാറട്ടെ. പ്രാപിക്കുവാൻ തക്ക ഉറച്ച മനസ്സുള്ളവരായി അപ്പാ ഞാൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന അല്പസമയം പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങ് എന്നോട് സംസാരിക്കണമേ. യേശുവേ ഞാൻ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ സമയം കർത്താവേ അങ്ങയുടെ അമ്മേൻ സ്തോത്രം നാമം എന്നിലൂടെ ഉയരുന്ന സമയമായി മാറണമേ. യേശുവേ അങ്ങയുടെ നാമത്താൽ ഇന്ന് ഈ രാത്രി എൻ്റെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. യേശുവേ ഞാൻ ഇതിനകത്തായിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിനകത്ത് സ്വർഗം ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കണമേ. യേശുവേ എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കണമേ. എൻ്റെ ശരീരം കൊണ്ട് അപ്പൻ്റെ പ്രവൃത്തി ഇന്ന് ഈ വൈകിയ വേളയിൽ അനുഭവിക്കുവാൻ എനിക്കങ്ങ് അവസരം നൽകണമേ. പ്രാർത്ഥിച്ചേ. പ്രാർത്ഥനകൾക്ക് സ്വർഗം ഈ രാത്രി മറുപടി നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആരാം രാജാവിനോട് അവൻ്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. ഏതായാലും ഒരു പരാജയത്തിൻ്റെ വാർത്തയാണ് ചിന്തയ്ക്കായി നമ്മൾ വായിച്ചതും. പരാജയം നമ്മുടേതല്ല, അഥവാ ഭക്തന്മാരുടേതല്ല, ശത്രുവിൻ്റെ പരാജയമാണ്. പരാജയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ, പിന്നാമ്പുറത്തിലേക്ക് നോക്കിയാൽ 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആരാം രാജാവായ ബെൻഹദദ് തൻ്റെ സൈന്യത്തെ ഒക്കെയും ഒന്നിച്ചുകൂട്ടി അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവർ പുറപ്പെട്ട് ശമരിയെ നിരോധിച്ച് അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു. ആരാം രാജാവായ ബെൻഹദദ് ഒറ്റയ്ക്കല്ല, 23 രാജാക്കന്മാർ, ആരാം രാജാവ് ഉൾപ്പെടെ, വലിയ രാജാവും കുറേ കുട്ടി രാജാക്കന്മാരും കുറേ ശിങ്കിടികളും, ആമേൻ, ഒരു അതിശക്തനും കുറേ ബലവാന്മാരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി യുദ്ധം ചെയ്യുവാൻ പാളയമിറങ്ങി അവർ യുദ്ധം ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ 33 രാജാക്കന്മാരും
ദൈവത്തിൻ്റെ രാജാവിന് മുൻപിൽ പരാജയപ്പെട്ടു. ദൈവം തൻ്റെ പ്രഭുവിന് മുൻപിൽ അവരെ പരാജയപ്പെടുത്തി ഓടിക്കുമാറാക്കി. ഇന്ന് ഈ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഒരുപക്ഷെ നിനക്ക് മുൻപിൽ നിൽക്കുന്ന ശത്രുക്കളുടെ എണ്ണം അധികമായിരിക്കാം, അവർ ബലവാന്മാരും ശക്തന്മാരുമായിരിക്കാം. കാലഘട്ടത്തിൽ നീ കാണുന്ന അനേകർ അവരുടെ മുൻപിൽ തകർന്നു പോയതും തളർന്നു പോയതും നീ കാണുന്നുണ്ടായിരിക്കാം. അവരുടെ ശക്തി വൈഭവങ്ങളെ വർണ്ണിച്ച് ദിവസങ്ങൾ കളയുന്ന അനുഭവത്തിന് ഇന്ന് എൻ്റെ ദൈവം അറുതി വരുത്തുകയാണ്. ആ ശത്രു, അത് മനുഷ്യനാകട്ടെ, അത് പിശാചാകട്ടെ, അവൻ എത്ര ശക്തനാണെങ്കിലും നിനക്ക് മുമ്പിൽ, എന്നെ കേൾക്കുന്ന സഭയെ, നിനക്ക് മുമ്പിൽ അവൻ പരാജയപ്പെടുവാൻ പോകുക. സഹോദര സഹോദരി, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു നല്ലതുണ്ടാകരുതെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ആ ശത്രു, അതെ, നിന്റെ നന്മകളുടെ വഴികളെ അടച്ച് നിന്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി റോധേരെ ഷിയാറധരെ ശന്താരകന ദീപൽ ബൗഡ ശന്തോർഗന യേശുവിൻ നാമത്തിൽ ആ ശത്രു, അത് മനുഷ്യനാകട്ടെ, അത് പിശാചാകട്ടെ, ഇന്ന് ആമേൻ നിനക്ക് മുമ്പിൽ ആ ശത്രു പരാജയം സമ്മതിക്കുവാൻ, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അവന്റെ എണ്ണത്തിലെ ആമേൻ പെരുപ്പം കണ്ട് നീ ഭയപ്പെടേണ്ട, അവന്റെ വലിപ്പം കണ്ട് നീ ഭയപ്പെടേണ്ട, അവന്റെ പേര് കണ്ട് നീ ഭയപ്പെടേണ്ട. ആമേൻ. ശ്രദ്ധിക്കണമേ, രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആമേൻ ഏറ്റവും പ്രബലമായ ആമേൻ അന്നത്തെ കാലഘട്ടത്തിലെ രാജ്യമാണ് ആരാം രാജ്യം. ആരാം രാജ്യത്തെ അത്രയും പ്രഗത്ഭമാക്കി തീർത്തത് അവരുടെ സൈന്യ ബലമാണ്. വളരെ സൈന്യമുണ്ട്, ഇരുമ്പ് രഥങ്ങളുണ്ട്, രഥങ്ങളിൽ യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരുണ്ട്, കുതിരകളുണ്ട്, കുതിരച്ചേകവന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം നിൽക്കുവാനായി ഒത്തിരി രാജ്യങ്ങളും രാജാക്കന്മാരും ഉണ്ട്. അവർക്ക് പേരൊന്നും ആവശ്യമില്ല, വെറുതെ ആരാം രാജാവിൻ്റെ കൂടെ നിന്നാൽ മതി. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ, സ്തോത്രം. പലരും നിങ്ങളുടെ ശത്രുക്കൾക്കൊപ്പം അങ്ങോട്ട് പോയി ചേരുകയാണ്. ആമേൻ. നിങ്ങളുടെ ശത്രു പ്രബലനായിരിക്കുന്നത് കൊണ്ട് ഒപ്പം നിൽക്കുന്നവർ പോലും നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്നു. പലപ്പോഴും നമ്മുടെ സങ്കടം അതാണ്. ആമേൻ, ശത്രുക്കളുണ്ട്, ഓക്കെ, ശരിയാണ്. ആമേൻ, അവരുടെ കൂട്ടത്തിൽ നമുക്കൊപ്പം നിൽക്കേണ്ടവർ പോലും പോയി ചേരുക. ആമേൻ. നമ്മെ നിന്ദിക്കുന്നവരുടെ, നമ്മെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ, നമ്മെ ഉപദ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ, നമുക്ക് വിരോധമായി ദുരുപായം ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഇന്നലകളിൽ ഉപദ്രവിച്ച് ഒതുക്കുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടെ നിൽക്കുന്നവർ തന്നെ, നീ കരയുക, കൂടെ നിൽക്കുന്നവർ തന്നെ, എനിക്കൊപ്പം നിൽക്കേണ്ട, എൻ്റെ തലമുറയെ കൈപിടിച്ച് നടത്തേണ്ട, എൻ്റെ ജീവിതത്തിന് ഒരു അത്താണിയായി മാറേണ്ടവർ തന്നെ ശത്രുവിനോടൊപ്പം ചേർന്ന് പൊതുസ്ഥലത്ത് എന്നെ അപമാനിക്കുവാൻ, തലകുനിക്കുവാൻ, എന്നെ യേശുവിൻ നാമത്തിൽ അകത്ത് നിന്ന് തന്നെ നിനക്ക് വിരോധമായി ശത്രുക്കളെ പെരിപ്പിച്ച് പൊതുസ്ഥലത്ത് 4 പേർ കൂടുന്നിടത്ത് നിന്നെ അപമാന പാത്രമാക്കി തീർക്കുന്ന ആ ശത്രുക്കളുടെ കൂട്ടമുണ്ടല്ലോ, ആ ശത്രുക്കളുടെ സൈന്യമുണ്ടല്ലോ, ആ അവരുടെ കൂട്ടത്തെ എൻ്റെ ദൈവം ഇന്ന് പരാജയപ്പെടുത്തുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആരാം രാജാവും അവന്റെ ഇരുമ്പ് രഥങ്ങളും കൂടെ കൂടിയ ഇത്തിൽ കണ്ണി ശക്തന്മാരും പരാജയപ്പെട്ടുവെങ്കിൽ ഈ വൈകിയവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ ശത്രു എത്ര പ്രബലനെങ്കിലും, ഓ സ്തോത്രം, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വിരോധമായി എவ்விதത്തിൽ അവൻ പദ്ധതികൾ ഒരുക്കിയാലും ആ ശത്രുവിന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം ഇന്ന് ഈ വൈകിയവേളയിൽ അവന്റെ പ്രവൃത്തികൾക്ക്, അവന്റെ പദ്ധതികൾക്ക് അറുതി വരുത്തും. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അമേൻ. നോക്കൂ, പരാജയപ്പെട്ടതിനു ശേഷം അമേൻ, സ്തോത്രം, ശത്രുക്കൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായി തീർന്നത്. പരാജയപ്പെട്ട് നിൽക്കുന്ന ആരാം രാജാവിൻ്റെ അടുക്കൽ, ബെൻഹദദിന്റെ അടുക്കൽ അമേൻ ഭൃത്യന്മാർ വന്നിട്ട് പറയുകയാണ്, പ്രഭു, നമ്മൾ പരാജയപ്പെട്ടതിന് കാരണം അവർക്കൊരു ദൈവമുണ്ട്. ആമേൻ. എങ്കിലും നീ ഭയപ്പെടേണ്ട, ആ ദൈവം പർവ്വത ദൈവനമാണ്, പർവ്വത ദേവന്മാരാണ് അവർക്കുള്ളത്. പർവ്വതത്തിന് മുകളിൽ മാത്രമേ അവർക്ക് ജയം കിട്ടത്തുള്ളൂ. സമഭൂമിയിൽ വെച്ച് ഒരു കൈ കൂടെ നോക്കിയാൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. പലപ്പോഴും പ്രാർത്ഥനകളിൽ ശത്രു പരാജയപ്പെടുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഉപവാസത്തിന് മുമ്പിൽ ശത്രു പരാജയപ്പെടുന്നുണ്ട്. ആമേൻ. ശത്രു ഓരോ തവണ പരാജയപ്പെടുമ്പോഴും, ഓരോ തവണ നിങ്ങൾ പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കുമ്പോഴും, ഓരോ തവണ ഉപവസിച്ച് നിങ്ങൾ വിടുതൽ നേടിയെടുക്കുമ്പോഴും നിങ്ങൾ സന്തോഷിക്കും. ദൈവമേ, ഈ നശിച്ചവർ ആമേൻ മതിയാക്കി പോയല്ലോ, ഇവർ പരിപാടി മതിയാക്കിയല്ലോ, ഇവർ എനിക്കിനി വിരോധമായി വരത്തില്ലല്ലോ. പക്ഷേ
നിന്റെ ചിന്തകളെ തകിടം മറിച്ചുകൊണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ സമയം കിട്ടുന്നതിന് മുമ്പേ അടുത്ത പദ്ധതിയുമായി അവർ എഴുന്നേറ്റ് വരും. ചങ്ക് കത്തിപ്പോകും. യേശുവേ, ഇത്രയും കരഞ്ഞിട്ടും ഉപവസിച്ചിട്ടും 2 ദിവസം പോലും എനിക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയുന്നില്ലല്ലോ. ആമേൻ, നിന്റെ വേദന അതാ. എത്ര കരഞ്ഞിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും കിട്ടുന്ന വിടുതൽ നിലനിൽക്കുന്നില്ലല്ലോ. 2 ദിവസം വിടുതൽ കിട്ടിയാൽ 3-ാമത്തെ ദിവസം പ്രശ്നം അധികരിക്കുക. 3-ാമത്തെ ദിവസം ശത്രു അതിലും അധികമായി വിരോധമായി വെല്ലുവിളിച്ച് കടന്നു വരിക. ഇന്ന് ഈ വൈകിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ശത്രുവിനൊരു ചിന്തയുണ്ട്. ആമേൻ, നീ എങ്ങനെയോ പ്രാർത്ഥിച്ചു പ്രാപിച്ചതാ, അതൊരിക്കൽ സംഭവിച്ചതാ, ഇനി സംഭവിക്കത്തില്ല. ഈ വൈകിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്നലകളിൽ നീ കണ്ട വിടുതൽ അത് വെറും പേക്കിനാവല്ല. ഇന്നലകളിൽ നീ കണ്ട വിടുതൽ അത് യാദൃശിക സംഭവിച്ചതല്ല. മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് അത് ചുമ്മാ എഴുന്നേറ്റ് വന്നതല്ല. ഓ റാധേരെ ശന്ധാർഗളം, മരിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്ന് മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് അവർ പറയുന്നത് പോലെ യാദൃശിക നീ എഴുന്നേറ്റ് വന്നതല്ല. അവിടെ തകർന്നു പോകാതെ നീ എഴുന്നേറ്റ് വന്നത് യാദൃശിക സംഭവിച്ചതല്ല. എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നതാ. അവർ വിചാരിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ അവൻ പ്രവർത്തിക്കും, ഇനി നിന്നെ കൈവിടും. ഇല്ല, ഇനി നിന്നെ അവൻ കൈവിടത്തേ ഇല്ല. നോക്കൂ, ഈ വാക്കുകൾ കേട്ടിട്ട് ദൈവം മറുപടി പറയുക. ആമേൻ. ഈ ശത്രു സൈന്യത്തിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ദൈവം, ആമേൻ, ആരാമിലെ സ്തോത്രം, ആ പാളയത്തിനകത്ത് നടക്കുന്ന ശബ്ദം കേട്ടിട്ട് ഇസ്രായേലിനോട് ദൈവം പറയുക. 28-ാമത്തെ വാക്യത്തിൽ ഒരു ദൈവപുരുഷൻ അടുത്തു വന്നു. ഒരു മനുഷ്യരെ ദൈവം, ആമേൻ, ഇസ്രായേലിന്റെ അടുക്കലേക്ക് അയച്ചു. ഇസ്രായേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറകൊണ്ട് ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, അറിയുവാൻ പോകുന്നത് നിന്റെ ശത്രുവല്ല, നീ അറിയുവാൻ പോകുക. ആമേൻ. നിന്റെ ഉള്ളിലാ ഇത്തിരി അവിശ്വാസം കൂടിയിരിക്കുന്നേ. നിന്റെ ഉള്ളിലാ ചിന്ത, അയ്യോ അത് അങ്ങനെയോ സംഭവിച്ചതാ. ആമേൻ. ഇപ്പം പലപ്പോഴും സാക്ഷ്യമൊക്കെ മറന്നു പോകുക. സഹോദരി, നീ സാക്ഷ്യം മറന്നു കളയരുതേ. നീ തിരിച്ചറിയുവാൻ പോകുക, ഇന്നലകളിൽ നിർത്തിയത് അവൻ തന്നെയാണ്. ഇന്നലകളിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നത് ദൈവത്തിന്റെ മഹാദയാണ്. ഇന്നലകളിൽ ഞാൻ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് വന്നത്, ഇന്നലകളിൽ ശത്രു എന്നെ ചവിട്ടി തേക്കാതെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ മഹാദയ തന്നെയാണ് എന്ന് പറയുവാൻ തക്കവണ്ണം എന്റെ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ പോകുക. ആ ശത്രുവിനെ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന ആ ശത്രുവിനെ യേശുവിൻ നാമത്തിൽ അത് ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ. ദേശത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ തകർന്ന് ഭവനത്തിനകത്ത് പലപ്പോഴും രാത്രികളിൽ മരണത്തിന് വേണ്ടി നിലവിളിക്കും വിധത്തിൽ നിന്റെ ജീവിതത്തെ പരിതാപകരമാക്കി മാറ്റുന്ന, നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്ന ആ ശത്രുവിനെ എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ രാത്രി വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ ആ ശത്രു, പ്രബലനായ ശത്രു, അതേ പിശാചിനാൽ പിടിക്കപ്പെട്ട, പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്ന ആ ശത്രുവിനെ എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവരുടെ വാക്ക് നീയല്ല, എന്റെ ദൈവം കേട്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയട്ടെ, അവർ പറഞ്ഞ ചില വാക്കുകൾ നീ കേൾക്കുന്നതിന് മുമ്പേ എന്റെ ദൈവം കേട്ടിട്ടുണ്ട്. ആമേൻ. നീ കേട്ടാൽ തകർന്നു പോയേനെ. ആമേൻ. നീ കേട്ടാൽ നീ വിചാരിച്ചാനേ ഇനി ഇങ്ങനെ ജീവിക്കണ്ട. എന്നാലും അവരിങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും അവരെന്നെ ഒരിക്കലും വിടത്തില്ലല്ലോ. കേൾക്ക്, നീ കേൾക്കാത്ത ചില വാക്കുകൾക്ക് ദൈവം പ്രതികാരം ചെയ്യുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലതും നീ കേട്ടിട്ടില്ല, പലതും നീ അറിഞ്ഞിട്ടില്ല. ശത്രുവിൻ്റെ പല പദ്ധതികളും നീ അറിഞ്ഞിട്ടില്ല, ശത്രുവിൻ്റെ പല പദ്ധതികളും നീ അറിഞ്ഞിട്ടില്ല. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഓർത്തു നോക്ക്, ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ആമേൻ പിണങ്ങി നിന്നവർ തന്നെ ആമേൻ ഫോൺ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലേ, എന്തോ ആമേൻ, സ്തോത്രം, പെട്ടെന്ന് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നു. നീ അറിയാത്ത പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട്. അവർ പ്രതീക്ഷിച്ച ചിലത് നിന്നിൽ നിന്ന് കേൾക്കുവാൻ, ചില ദുരന്ത വാർത്തകൾ നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഇടവരാത്ത
ജീവിതത്തിൽ നീ കേൾക്കാതെ അവരുടെ വാക്കുകൾ കേട്ട് നിനക്ക് വേണ്ടി അവരെ തകർത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തെ നാശമാക്കി തീർക്കുവാൻ തക്കവണ്ണം, പരസ്യക്കോലമാക്കി തീർക്കുവാൻ തക്കവണ്ണം ചില പേപ്പറുകളിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ യേശുവിൻ നാമത്തിൽ ചില വർഷങ്ങളായി ശത്രു ചെയ്തു കൂട്ടുന്ന പദ്ധതികളെ കർത്താവ് ഇന്ന് തകർക്കുവാൻ പോകുക. കർത്താവ് ആരാം പാളയത്തിലെ ശബ്ദം കേട്ടിട്ടുണ്ട്. നിന്റെ ശത്രുവിന്റെ ശബ്ദം കർത്താവ് കേട്ടിട്ടുണ്ട്. നിനക്ക് വിരോധമായി, നിന്റെ സന്തോഷങ്ങൾക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിനകത്തൊരു സന്തോഷത്തിന്റെ ദിവസം ഉണ്ടായാൽ, നീ നിന്റെ കുടുംബമായി സന്തോഷത്തോടെ ആയിരുന്നാൽ, അങ്ങനെ അവൾ സന്തോഷിക്കേണ്ട, അങ്ങനെ അവളുടെ വീട്ടിനകത്തൊരു സന്തോഷം വേണ്ട, അങ്ങനെ അവനും അവളും സന്തോഷമായി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് നിന്റെ ഭർത്താവിന് മേൽ അവകാശം പറഞ്ഞ് മാറി നടക്കുന്നവരെ പോലും കൈവശപ്പെടുത്തി പല വഴികളിലൂടെ കൊണ്ടുപോകുന്ന, ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യിപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ എത്ര പേർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും? കർത്താവ് ചില കൂട്ടുകെട്ടുകളെ പൊളിക്കുക. ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആമേൻ. മാറി നടന്നാലും വിടാത്ത ചില കൂട്ടുകെട്ടുകളെ, നീ സന്തോഷമായിരിക്കരുതെന്ന്, നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകരുതെന്ന്, നീ സമാധാനമായിരിക്കരുതെന്ന്, നിന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകരുതെന്ന് പറഞ്ഞ് വിടാതെ പിന്തുടരുന്ന ചില കൂട്ടുകെട്ടുകളെ എൻ്റെ ദൈവം പൊളിക്കുക. ആമേൻ, സ്തോത്രം. കേൾക്കണമേ, ആമേൻ, സ്തോത്രം. ആരാം രാജാവിന്റെ പാളയത്തിനകത്ത് കേൾക്കപ്പെടുന്ന ശബ്ദത്തിന് മറുപടി ദൈവത്തിന്റെ ജനം കേൾക്കുക. ആമേൻ. ആരാം രാജ്യത്തിനകത്താണ് ഗൂഢാലോചന നടക്കുന്നത്, ആരാമിന്റെ പാളയത്തിനകത്താണ് ഗൂഢാലോചന നടക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ മറുപടിയുടെ ശബ്ദം കേൾക്കുന്നത്, ആമേൻ, സ്തോത്രം, സ്തോത്രം, ആഹാബിന്റെ രാജധാനിയിലാണ്, ഇസ്രായേലിന്റെ രാജധാനിയിലാണ്. ഇന്ന് ഈ രാത്രിയിലും ശത്രു എവിടെയൊക്കെയോ നിങ്ങൾ അറിയാത്ത സ്ഥാനങ്ങളിൽ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതിന്റെ മറുപടി കേൾക്കുന്നത് നിങ്ങളാണ്. ശത്രുവിനെ എൻ്റെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കാരണം ദൈവം പറയുക, ഞാൻ പർവ്വത ദേവൻ മാത്രമല്ല, ഞാൻ സമഭൂമിയിലും ദൈവൻ തന്നെയാണ്, ഞാൻ ആകാശത്തിലും ദൈവം തന്നെയാണ്, ഞാൻ താഴ്വരയിലും ദൈവം തന്നെയാണ്, ഞാൻ പാതാളത്തിലും ദൈവം തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ആയിരിക്കുന്ന ഏത് അവസ്ഥയിലും, എന്നെ കേൾക്കുന്ന സഹോദര, നീ ആയിരിക്കുന്ന ഏത് അവസ്ഥയിലും പലപ്പോഴും ആമേൻ, സ്തോത്രം, ആമേൻ, നീ വിചാരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല, മനുഷ്യർക്ക് അറിയുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നാൽ, ആമേൻ, സ്തോത്രം, ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ നീ ആയിരിക്കുന്ന അവസ്ഥ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. യോനയെ മത്സ്യത്തിന്റെ വായ്ക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിനവയിൽ ആമേൻ ആക്കി വയ്ക്കുവാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവം ഇന്നും വിശ്വസ്തനായി നിനക്കൊപ്പമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. മത്സ്യത്തിന്റെ വായ്ക്കകത്തു നിന്ന് യോന നിലവിളിച്ചതുപോലെ ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവസന്നിധിയിൽ നീ നിലവിളിക്കുമെങ്കിൽ, നീ ഇട്ടേച്ചു പോന്ന നിനവയുടെ അനുഭവത്തിലേക്ക്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഭവത്തിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ ഏതവസ്ഥയിലായിരുന്നാലും, നീ ഏതു സാഹചര്യത്തിലായിരുന്നാലും എൻ്റെ ദൈവം നിശ്ചയമായി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നോക്കൂ, സാഹചര്യം ഏത് ആയിരുന്നാലും, അവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും, ശത്രുക്കൾ എങ്ങനെയുള്ളവർ തന്നെ ആയിരുന്നാലും, നീ ദൈവത്തെ അറിഞ്ഞവനെങ്കിൽ, നീ ദൈവത്തെ അറിഞ്ഞവളെങ്കിൽ നിശ്ചയമായും ദൈവം നിനക്ക് ജയം നൽകും. ആമേൻ. നിശ്ചയമായും നീ ദൈവത്തെ സ്തുതിക്കും, നിശ്ചയമായും നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആമേൻ. അവിധത്തിൽ ഏത് അനുഭവത്തിലും ദൈവം നൽകുന്ന ജയത്തിന്റെ അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ വാദമിതായിരുന്നു, ദൈവം പർവ്വത ദേവനാണ്, അതുകൊണ്ട് പർവ്വതത്തിന് മുകളിൽ അവർക്ക് ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ നൽകി. പലപ്പോഴും ശത്രു പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവം ഞായറാഴ്ചത്തെ ദൈവമാണ്, അതുകൊണ്ട് ഞായറാഴ്ച അവളെ വിടാം, ശനിയാഴ്ച പിടിക്കാം. പലപ്പോഴും ശത്രു പറയുന്നുണ്ട്, അവരുടെ ദൈവം പകലുള്ള ദൈവമാണ്, രാത്രി അവൻ ഉറങ്ങിപ്പോകും. നോ, നീ ഉറങ്ങിയാൽ എൻ്റെ ദൈവം ഉറങ്ങത്തില്ല. രാത്രികളിൽ നിന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ആഭിചാരങ്ങളുടെ മന്ത്രവാദങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ പദ്ധതികൾ ഒരുക്കുന്ന നീ ഉറങ്ങുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ നിന്റെ ഉറക്കത്തെ എന്നേക്കുവാൻ നഷ്ടപ്പെടുത്തി കളയണമെന്ന് പറഞ്ഞ് ദേശത്തിലെ മന്ത്രവാദ പുരകളിൽ കയറി ഇറങ്ങുന്ന ചിലതിനെ എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി ദേശത്തിലെ മന്ത്രവാദ പുരകൾ കയറി ഇറങ്ങുന്ന യേശുവിൻ നാമത്തിൽ
ആമേൻ നിന്റെ ഉറക്കത്തെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുവാൻ വെല്ലുവിളി അതാ. ആമേൻ സ്തോത്രം. അത് നിനക്ക് മനസ്സിലാകുന്നുണ്ട്. ഒത്തിരി രാത്രികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു. ഒത്തിരി രാത്രികളുടെ ഉറക്കം പെൻഡിങ്ങിൽ കിടക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഈ ദിവസങ്ങളിൽ നീ പെൻഡിങ് തീർത്ത് ഉറങ്ങുവാൻ പോകുക. ആമേൻ. നീ സുഖമായി മെഡിസിൻ ഇല്ലാതെ ഉറങ്ങുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഭക്തനായ പ്രവാചകനായ യെഹെസ്കേൽ ഒരു താഴ്വരയിലാണ്. ആമേൻ. പർവ്വതത്തിന് മുകളിലല്ല, താഴ്വരയിൽ. ആ താഴ്വരയുടെ പ്രത്യേകത എന്താണ്? അസ്ഥി താഴ്വര എന്നാണ് വേദപുസ്തകത്തിൽ ആ താഴ്വരയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര. പണ്ട് ആമേൻ അവിടെ അസ്ഥികളായി വന്നവരൊക്കെ മനുഷ്യരായിരുന്നു, ജീവനുള്ളവരായിരുന്നു. ജീവനുള്ളവർ മാത്രമല്ല, അവർ സൈന്യമായിരുന്നു, ശക്തന്മാരായിരുന്നു. ആമേൻ. എന്നാൽ ആമേൻ സ്തോത്രം, യെഹെസ്കേൽ ചെന്നെത്തുന്ന സമയത്തെ സ്ഥിതി വിഭിന്നമാണ്. ആമേൻ. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആമേൻ. അസ്ഥികൾ മാത്രമേ ഉള്ളൂ, ബന്ധം വെട്ട അസ്ഥികൾ, അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വര. ആമേൻ സ്തോത്രം. എണ്ണിയെടുക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ ആമേൻ ആമേൻ യെഹെസ്കേൽ ആയിരിക്കുന്നു. ദൈവം ആമേൻ സ്തോത്രം യെഹെസ്കേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? നിനക്ക് എന്ത് തോന്നുന്നു? ആമേൻ. പ്രവാചകൻ തിരികെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, എനിക്കിതിനെക്കുറിച്ചൊരു അഭിപ്രായമില്ല. പക്ഷേ മറുപടി ഞാൻ പറയാതെ തന്നെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അസ്ഥികൾ നിറഞ്ഞ ചില താഴ്വരയുടെ അനുഭവത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. ജീവനുള്ളതൊന്നുമില്ലാതെ, നല്ലതൊന്നും കാണുവാനും അനുഭവിക്കുവാനും കഴിയാതെ ഒത്തിരി നാളായി ജീവന് വേണ്ടി നീ അസ്ഥി താഴ്വര ഒറ്റപ്പെടലിൻ്റെതാ. അസ്ഥി താഴ്വര ബന്ധം വേർപെട്ടു പോകുന്നതാ. അസ്ഥി താഴ്വര ജീവനില്ലാത്തതാ. യേശുവിൻ നാമത്തിൽ ജീവൻ വേർപെട്ടു പോയ, ബന്ധം വേർപെട്ടു പോയ, സ്തോത്രം ആമേൻ സഹോദരി, ജീവൻ വേർപെട്ടു പോയ, ബന്ധം വേർപെട്ടു പോയ അവസ്ഥയിൽ നിന്ന് ജീവനുള്ള ഒരു സൈന്യത്തെ, നിഖതന്മാരുടെ ഒരു സൈന്യത്തെ പ്രവാചകന്റെ വാക്കിന് മുമ്പിൽ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് ഈ വൈകിയ വേളയിൽ നീ വിശ്വാസത്തോടെ വിളിച്ചു പറയുമെങ്കിൽ, നീ ഈ ശബ്ദം കേൾക്കുന്നത് ഏത് സാഹചര്യത്തിലായിരുന്നാലും വിളിച്ചു പറയും, യേശുവേ, അസ്ഥിയായി തീർന്നതിനെ ജീവിപ്പിക്കണമേ, എൻ്റെ കുടുംബത്തെ അങ്ങ് ജീവിപ്പിക്കണമേ, എൻ്റെ തലമുറകളെ ജീവിപ്പിക്കണമേ, എൻ്റെ നന്മകളെ ജീവിപ്പിക്കണമേ. ബന്ധം വിട്ടുപോയത് ചേർന്ന് വരട്ടെ യേശുവേ, നശിച്ചു പോയത് ചേർന്ന് വരട്ടെ യേശുവേ, തകർന്നു പോയത് യേശുവിൻ നാമത്തിൽ ഇന്നത്തെ പ്രവാചകൻ നീയാ. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, വിശ്വാസത്തോടെ പ്രവചിക്ക്. ഇന്നത്തെ പ്രവാചകൻ നീയാ. അസ്ഥി താഴ്വരയുടെ ചരിത്രം മാറ്റുന്ന, നിന്റെ ഭവനത്തിനകത്തെ അസ്ഥി താഴ്വരയുടെ അനുഭവത്തെ മാറ്റുന്ന യേശുവിൻ നാമത്തിൽ വായ് തുറന്ന് പ്രവചിക്ക്. ചില അസ്ഥികൾ ജീവിക്കുക. നിന്റെ ഭർത്താവ് എന്ന അസ്ഥി ജീവിക്കുക, നിന്റെ മക്കൾ എന്ന അസ്ഥി ജീവിക്കുക. ബന്ധം വേർപെട്ടു പോയത്, ബന്ധം വേർപെട്ടു പോയത്, ബന്ധം വേർപെട്ടു പോയത് തിരികെ വരിക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, അസ്ഥികൾ ജീവിക്കുന്ന കൃപയ്ക്കായി, അസ്ഥികളിൽ ജീവൻ വയ്ക്കുന്ന കൃപയ്ക്കായി. ബന്ധം വിട്ടുപോയത് താങ്ക് യു ലോർഡ്. പർവ്വത മുകളിൽ മാത്രമല്ല, താഴ്വരയിലും എൻ്റെ ദൈവം ജയം നൽകുക. നീ ആയിരിക്കുന്ന കണ്ണുനീരിൻ്റെ താഴ്വരയിലും എൻ്റെ ദൈവം നിനക്ക് ജയം നൽകുക. നീ ആയിരിക്കുന്ന മരണ നിഴലിൻ്റെ താഴ്വരയിലും എൻ്റെ ദൈവം നിനക്ക് ജയം നൽകുക. ഇന്ന് ഈ വൈകിവേള ആമേ, നീ വന്നതല്ല, ആവർത്തിച്ചു പറയട്ടെ, എൻ്റെ ദൈവം നിന്നെ കൊണ്ടുവന്നതാ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ സ്തോത്രം. താഴ്വരയിലും പർവ്വതത്തിന് മുകളിലും മാത്രമല്ല, വേദപുസ്തകം പറയുന്നു, നിർജ്ജന പ്രദേശത്തും ദൈവം ജയം നൽകുക. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവർ നിർജ്ജന പ്രദേശത്തായിരിക്കുന്നു, അവർ നിർജ്ജന പ്രദേശത്തായിരിക്കുന്നു. 14:20 എത്തുമ്പോൾ നിർജ്ജന പ്രദേശത്ത് യേശുവിനൊപ്പമായിരിക്കുന്ന ഒരു വലിയ കൂട്ടം, അവരുടെ ആണുങ്ങളുടെ എണ്ണം മാത്രം 18-ന് മുകളിൽ, ആമേൻ സ്തോത്രം, ഒരു 50-നോട് അടുപ്പിച്ച് പ്രായമുള്ളവർ മാത്രം, ആമേൻ 5000 പേർ. അങ്ങനെയെങ്കിൽ 18-ന് താഴെയുള്ള എത്ര പേർ കാണും? 50-ന് മുകളിലുള്ള എത്ര പേർ കാണും? അറിയത്തില്ല. കാലഘട്ടം അങ്ങനെയാണ്. ആമേൻ. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 35,000-നും 40,000-നും ഇടയ്ക്ക് പുരുഷന്മാരും ആമേൻ സ്ത്രീകളും യൗവനക്കാരും ആമേൻ ബാല്യക്കാരും വൃദ്ധരുമുള്ള വലിയൊരു കൂട്ടം. 35,000-നും 40,000-നും ആമേൻ അടുത്ത് ആമേൻ
എണ്ണമുള്ള ഒരു വലിയ കൂട്ടം നിർജ്ജന പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? താമസ സൗകര്യമില്ല, ഭക്ഷിക്കുവാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളില്ല, വെള്ളം പോലും കാണണമെന്നില്ല. കാരണം യേശുവും ശിഷ്യന്മാരുമാണല്ലോ. അവർ വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല, അവർ ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല, അവർ ഉയരത്തിൽ നിന്നുള്ള ശക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ആമേൻ. നീ ഒരു ഭക്തനായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ആ നിർജ്ജന പ്രദേശത്ത് യേശു ആയിരിക്കുമ്പോൾ നോക്കൂ, ദൈവം അവിടെയും പ്രവർത്തിക്കുവാൻ അമാന്തിക്കുന്നില്ല. ഏകദേശം 40,000-ഓളം പേർ വരുന്ന കുട്ടികളും വൃദ്ധരും യൗവനക്കാർ ഉൾപ്പെടെ, ചിലർ കുറച്ച് തിന്നും, ചിലർ കൂടുതൽ തിന്നും. കാരണം 3 ദിവസത്തെ വിശപ്പുണ്ട്. ചിലർക്ക് 2-3 ദിവസം തീറ്റി കിട്ടിയില്ലെങ്കിൽ വിശപ്പ് കെട്ടുപോകും, അവർ കുറച്ച് തിന്നട്ടെ. ചിലർക്ക് 3 ദിവസത്തെയും ഒരുമിച്ച് തിന്നാലേ പറ്റത്തുള്ളൂ, അവർ കൂടുതൽ തിന്നട്ടെ. എത്ര തിന്നിട്ടും ശേഷിച്ചത് ചുമന്നെടുക്കുവാൻ തക്കവണ്ണം നിർജ്ജന പ്രദേശത്ത് പ്രവർത്തിച്ച ഒരു ദൈവ പ്രവൃത്തി ഇന്ന് നിന്റെ വീട്ടിലെ ശൂന്യതയെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിലെ ശൂന്യതയെ നിനക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല, ശിഷ്യന്മാർക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല. യേശുവിന്റെ വാക്ക് കേട്ട് പന്തിക്ക് ഇരുത്തുമ്പോൾ ശിഷ്യന്മാർക്ക് അറിയത്തില്ല, യേശുവേ, ആളും ആഞ്ചാലിയുമില്ലാത്ത ഈ നാട്ടിൽ എവിടെന്നാ ഇത്ര പേർക്ക് നീ ആഹാരം ഉണ്ടാക്കാൻ പോകുന്നേ? എവിടെന്നാ നീ ഇവർക്ക് കൊടുക്കുവാൻ പോകുന്നേ? ദൈവത്തിന്റെ വാക്ക് കേട്ടിരിക്കുമ്പോൾ നിനക്കറിയത്തില്ല, എൻ്റെ മകനെ ഞാൻ എങ്ങനെ പഠിക്കുവാൻ വിടും? അവൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിക്കും. എൻ്റെ മകളുടെ ഭാവി, എൻ്റെ മകളുടെ മുൻപോട്ടുള്ള ജീവിതം, എൻ്റെ മുൻപോട്ടുള്ള ജീവിതം ഞാൻ എങ്ങനെ ശരിയാക്കിയെടുക്കും? എനിക്കറിയത്തില്ല കർത്താവേ. നിനക്കറിയേണ്ട കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ദൈവത്തിൻ്റെ കഴിവിനെ കുറിച്ചാ. ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവത്തിന് കഴിയും. ശിഷ്യന്മാർക്ക് അറിയാത്തത്, കൂടിയിരുന്ന വലിയ ജനക്കൂട്ടത്തിന് അറിയാത്തത് അറിയുന്ന, പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിർജ്ജന പ്രദേശത്തും ദൈവം. അവൻ നിർജ്ജന പ്രദേശത്ത് അവൻ ദൈവം തന്നെ തീർന്നില്ല. അവൻ ആകാശത്തിലും തൻ്റെ ഭക്തന് ജയം നൽകുന്നു. നോക്ക്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ ആമേൻ സ്തോത്രം മഹാനദിക്കരയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു തുടങ്ങി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ഏകദേശം 21 ദിവസങ്ങൾ ഉപവസിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ആമേൻ സ്തോത്രം മീഖായേൽ ദൂതൻ കടന്നു വന്നിട്ട് പറയുകയാണ്, ആമേൻ ദാനിയേലേ, നീ കേൾക്കുക. ആമേൻ, നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥനയ്ക്കായി മനസ്സ് വെച്ച സമയം തന്നെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ കണ്ടു. എന്നാൽ മറുപടിയുമായി ഞാൻ മടങ്ങി വരുന്ന സമയത്ത് ദേശത്തിൽ വ്യാപരിക്കുന്ന പാഴ്സി ദേശത്തിന്റെ പ്രഭു നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ വെട്ടിക്കളയുവാൻ ആകാശമണ്ഡലത്തിൽ വെളിപ്പെട്ടു. ആരെയോ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ വെട്ടിക്കളയുവാൻ തക്കവണ്ണം ദേശത്തിൽ വ്യാപരിക്കുന്ന വെല്ലുവിളി അതാ. ഈ ദേശത്തിൽ നീ വാഴുവാൻ വിടത്തില്ല, ഈ ദേശത്തിൽ നീ സന്തോഷത്തോടെ ജീവിക്കത്തില്ല. ഈ കുടുംബത്തിനകത്ത് ദേശത്തിലൊരു പ്രഭുവുണ്ട്, ആ മണ്ണിന് അവകാശിയുണ്ട്. ഓ രാധാര, പ്രമാണത്തിലെ അവകാശിയല്ല, കാലാകാലങ്ങളായി ആ മണ്ണിന് മേൽ അവകാശം പറയുന്ന, ആ ദേശത്തിന് മേൽ അവകാശം പറയുന്ന ചിലതിനെയൊക്കെ നശിപ്പിച്ചു. ഓ ഷീഖാരാധരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധാരകന ഉടബാറിത്തെ ബൗഡാധാര ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ ആമേൻ. ആകാശത്തിൽ വെളിപ്പെട്ട പാഴ്സി ദേശത്തിലെ ആ ശത്രുവിനെ ഇന്ന് രാത്രിയിലും ജനത്തിന്റെ വിടുതലിനും വീണ്ടെടുപ്പിന് തടസ്സമായി, നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ചിലത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമായി, കുടുംബത്തിൽ നിന്ന് ചിലത് ദൈവത്തിനെ വിളിച്ചിറങ്ങുന്നതിന് തടസ്സമായി, ദേശത്തിൽ നീ കാണുന്ന ചിലത് ആമേൻ ദൈവത്തെ വിളിച്ചിറങ്ങുന്നതിന് തടസ്സമായി, ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദേശത്തിലെ വ്യാപാരങ്ങളോട് ഓ പോരാടി നിനക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഉപവാസവും പ്രാർത്ഥനയും വെറുതെ അല്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, നീ നിലവിളിക്കുന്നത് വെറുതെ അല്ല. ആകാശമണ്ഡലത്തിൽ നിനക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഈ യുദ്ധം നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. തന്റെ ദൂതനെ അയച്ച് ആമേൻ ആകാശമണ്ഡലത്തിൽ നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, അവരുടെ ഭാവിക്കും സന്തോഷത്തിന് വിരോധമായി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത നിലയിൽ തലമുറകളെ കൈവശമാക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങൾക്ക് വിരോധമായി, അവരുടെ ബുദ്ധികളെ കെട്ടിക്കളയുന്ന, അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന, ശത്രുവിനെ കവർന്നു കളയുന്ന ആ പൈശാചിക മണ്ഡലത്തെ ആകാശത്തിൽ വ്യാപരിക്കുന്ന ദേശത്തിലെ വ്യാപാരങ്ങളെ തകർത്ത് നിനക്ക് ജയം നൽകുന്ന ഒരു ദൈവം
ദൈവമുണ്ട്. യേശുവിൻ നാമത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് മാത്രം എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഒതുങ്ങി നിൽക്കത്തില്ല. അവൻ പലപ്പോഴും പറയുന്നുണ്ട്, ആമേൻ, ഇതൊക്കെ ദൈവം ചെയ്യുമോ? ഇവരോടൊക്കെ ദൈവത്തിന് പോലും എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ലല്ലോ. കളിക്ക് പോലും പറയല്ലേ, ആമേൻ, ഹല്ലേലൂയ. നീ ജഡമാംസങ്ങളുടെ യുദ്ധമേ കണ്ടിട്ടുള്ളൂ. ആമേൻ, അന്ധകാര ലോകത്തിൽ വ്യാപരിക്കുന്ന സകലത്തെയും തച്ചു തകർക്കുവാൻ കഴിവുള്ള ശത്രുവിന്റെ ആയുധങ്ങളെ നിർമൂലമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തി നിനക്കറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഓ സ്തോത്രം. യഹോശാഫാത്തിനോട് സ്തോത്രം യെഹെസ്കേലിനോട് ചോദിച്ചാൽ യെഹെസ്കേൽ പറയും, ആമേൻ, എനിക്കറിയാം ഒരു രാത്രി 1,83,000 പേരെ ആമേൻ ഒരു ദൂതനിറക്കി തകർത്ത് കളയുവാൻ തക്കവേണം എൻ്റെ ദൈവം ശക്തി പാഞ്ചവനാണ്. ആമേൻ, കോരഹിന്റെ കാലഘട്ടത്തിൽ ആമേൻ മരുഭൂമിയിലായിരുന്ന ജനത്തോട് ചോദിച്ചാൽ പറയും, മത്സരിച്ചവർ ഒരു പകൽക്കാലം ഭൂമി പിളർന്ന് അഗ്നിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആമേൻ, വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര പുറപ്പെട്ട ദൈവത്തിന്റെ ജനത്തോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ കണ്ടതാണ്. 430 വർഷം ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരെ വരെ നശിപ്പിച്ചു കൊണ്ടിരുന്ന, ഞങ്ങളെ അപ്പനപ്പൂപ്പന്മാരെ വരെ തകർത്തുകൊണ്ടിരുന്നവരെ ചെങ്കടലിൽ ദൈവം മുക്കിക്കളയുന്നത് ഞങ്ങൾ കണ്ടതാണ്. നീ കണ്ടിട്ടുള്ളതല്ല ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. ഈ ദിവസങ്ങൾ നീ പിന്നെയും കാണുവാൻ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. തീർന്നില്ല, കേൾക്കണമേ. വിശുദ്ധ വേദ പുസ്തകം പറയുന്നു, അവൻ പാതാളത്തിലും നിങ്ങൾക്ക് ജയം നൽകും. അതെ, നമ്മുടെ ദൈവം പാതാളത്തിലും നിങ്ങൾക്ക് ജയം നൽകുന്ന ദൈവം അത്ര. എബേസ്യർക്കെഴുതിയ ലേഖനം 4:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനും ഇതേ കയറിയവനും ആകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഏത് പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്നും നിന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ, സ്തോത്രം. മനുഷ്യന് നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ കഴിയത്തില്ല. പിശാചിന് നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ കഴിയത്തില്ല. കല്ലറയ്ക്ക് നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ കഴിയത്തില്ല. ആ രോഗത്തിന് നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ കഴിയത്തില്ല. ആ അവസ്ഥയ്ക്ക് നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ കഴിയത്തില്ല. നീ ഇന്ന് കരഞ്ഞുകൊണ്ടായിരിക്കുന്ന ഈ അനുഭവങ്ങൾക്ക് നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ കഴിയത്തില്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വൈകിയവേളയിൽ പ്രാർത്ഥിക്കുക. ആ പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്ന്, നിനക്ക് വിരോധമായി വായ് വിളർന്നു നിൽക്കുന്ന പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം. ഓ റാദാരാഷിയാറത്തിനെ ശന്താരകനെ യേശുവിൻ നാമത്തിൽ ചില മരണഭാഷങ്ങളെ കർത്താവ് അഴിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ചില മരണഭാഷങ്ങളെ കർത്താവ് അഴിക്കുക. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ചില പാതാളത്തിന്റെ അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ ചില പാതാളത്തിന്റെ അനുഭവങ്ങളിൽ യേശുവിൻ നാമത്തിൽ പാതാളത്തിൽ നിന്ന് ജയം നൽകുന്ന ഒരു ദൈവം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ നീ ആയിരിക്കുന്ന ഏത് അവസ്ഥയിൽ നിന്ന്, നീ ആയിരിക്കുന്ന ഏത് അനുഭവത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവ്. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം ദിവസത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ രാത്രിയിലും ജയം നൽകുന്ന കർത്താവിനെ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളൊക്കെ വാഴ്ത്തുന്നപ്പാ, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. ആകാശത്തിൽ ജയം നൽകുന്ന, ആമേൻ, ഭൂമിയിൽ ജയം നൽകുന്ന, നിർജ്ജന പ്രദേശത്ത് ജയം നൽകുന്ന, ശത്രു മനുഷ്യനായാലും പിശാചായാലും ജയം നൽകുന്ന കർത്താവിന്റെ സന്നിധിയെ നന്ദി യേശുവേ, നന്ദി രാജാവേ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കരങ്ങളെ തട്ടി ആമേൻ ആ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തിയാട്ടെ. ചില ബന്ധനങ്ങളെ കർത്താവ് ഈ രാത്രി അഴിക്കുക. ശത്രുവിനെ കർത്താവിൽ ഏൽപ്പിക്കുക. ആമേൻ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ. പൊരുതുവിൻ, ജയമെടുക്കുമെന്ന്.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.